കാസർഗോഡ് പട്ടികവർഗ വിഭാഗത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹം കടത്താൻ ഉപയോഗിച്ച ജീപ്പ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കേസിൽ അറസ്റ്റിലായ പാണത്തൂർ ബാപ്പുങ്കയത്തെ ബിജു പൗലോസ് ഉപയോഗിച്ച ജീപ്പാണ് ബന്ദടുക്കയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ ഹർജി കോടതി തള്ളി. നഴ്സറി TTC പഠനത്തിന് കാഞ്ഞങ്ങാട് നഗരത്തിലെത്തി കാണാതായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തിൽ മൃതദേഹം കണ്ടെത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ജീപ്പ് ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തു. കേസിൽ പ്രതിയായ പാണത്തൂർ പാപ്പുങ്കയത്തെ ബിജു പൗലോസ് നേരത്തെ ഉപയോഗിച്ച ജീപ്പാണ് ബന്ദടുക്കയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. കൃത്യം നടത്തിയതിനു ശേഷം ഇയാൾ ജീപ്പ് മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് മടിയനിൽ സ്വന്തം നിലയിൽ വാടകയ്ക്കെടുത്തു കൊടുത്ത മുറിയിൽ പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെന്നും ഇതിനെ തുടർന്ന് മൃതദേഹം ഈ ജീപ്പിൽ കയറ്റി പാണത്തൂർ പവിത്രം കയറ്റെത്തിച്ച പുഴയിൽ ചവിട്ടിത്താഴ്ത്തിയെന്നുമാണ് പ്രതിയുടെ മൊഴി. എന്നാൽ ഇത് കൊലപാതകമാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. 15 വർഷത്തിനു ശേഷമാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം തുടരന്വേഷണത്തിനായി പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജി തള്ളി. നുണപരിശോധനയ്ക്ക് പ്രതി വിസമ്മതിച്ചതാണ് ഹർജി തള്ളാൻ കാരണം. 2010 ജൂൺ 6-നാണ് പെൺകുട്ടിയെ കാണാതായത്. കഴിഞ്ഞ മാസമാണ് ബിജു പൗലോസിനെ മടിക്കേരിയിൽ നിന്നു ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.